ജിൻഡോ ഇവിടെ BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് അധ്വാനിച്ചു. ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ നിതിൻ്റെ ഒക്കെ അധ്വാനം ഞാൻ കണ്ടതാണ്. രാവിലെ മുതൽ CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ അഭിവാദ്യങ്ങൾ എല്ലാവർക്കും. ജിൻഡോ, അപ്പോൾ അങ്ങനെ ഒരുപാട് അധ്വാനിച്ചൊരു തെരഞ്ഞെടുപ്പിൽ തോൽവി മാത്രമല്ല, അവരുടെ ശക്തിദുർഗങ്ങളിൽ പോലും കനത്താകാതെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക ഔട്ട്ബസ്റ്റായി കാണണോ, അതിനെ മറുപടി പറയൂ. അതിനോടൊപ്പം ചേർന്ന് അല്പസമയം മുൻപ് MV ഗോവിന്ദൻ പറയുകയാണ്, നാണം കെട്ട നിലയിലുണ്ടാക്കിയ ഭൂരിപക്ഷമാണിതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും UDF മനസ്സിലാക്കണം. അതിനോട് മറുപടി ജിൻഡോ. അല്ല ഹാഷ്മി, ഇതിൽ നാണം കെട്ട വിജയമാണോ എന്ന് പാലക്കാടത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവരുള്ള തീരുമാനിച്ചേ. നാണം കെട്ട പ്രചരണ പരിപാടികൾ ഓരോന്നായിട്ട് നടത്തിയിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ വിമത വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു, കോൺഗ്രസിനകത്ത് മുഴുവൻ പൊട്ടിത്തെറിയാണെന്ന് പറഞ്ഞു, എന്തൊക്കെ പ്രശ്നം പറഞ്ഞു. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പെട്ടി തെരയാൻ പോയി. അതിനുശേഷം അവർ കോൺഗ്രസും UDFും സ്പിരിറ്റ് ഒഴുക്കുകയാണെന്ന് എക്സൈസ് മന്ത്രി തന്നെ പറയുന്നു, കള്ളപ്പണം കടത്തിയെന്ന് പറയുന്നു. എന്തൊക്കെ അവസാനം 2 പത്രങ്ങളിൽ പ്രത്യേകിച്ച് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പത്രപരസ്യം കൊടുക്കുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയല്ലോ സംസ്ഥാന സർക്കാരിന് പ്രതിനിധീകരിക്കുന്ന പാർട്ടി CPM. അവസാനം ജനങ്ങൾ എന്താ തീരുമാനിച്ചത്? ഇവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് CPM പരിശോധിക്കണം. CPM പരിശോധിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അവരെ തൃപ്തിപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോഴും MV ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ മൗഢ്യത്തിൽ തന്നെ അവർ തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഞങ്ങളുടെ പണിയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും നിരന്തരമായിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉയർത്തിയ ഓരോ മുദ്രാവാക്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഉയർത്തിവിട്ടു. ഇവിടെ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സമാനമായ പരാമർശമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, SNDPക്കാർ ഈഴവർ CPMൽ നകന്നു, ഭൂരിപക്ഷ സമുദായങ്ങൾ BJPയിലേക്ക് ചേർന്നു, ന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന്. ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ആ തോൽപ്പിച്ച മനുഷ്യരെ ഇവിടുത്തെ വോട്ട് ചെയ്ത വോട്ടർമാരുടെ ജാതിയും മതവും അവരുടെ സാമുദായിക മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവരെങ്ങനെ വീതിക്കാനായിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നുന്നത്? അതെന്ത് രാഷ്ട്രീയ ബോധ്യമാണ്? CPM വലിയ പുരോഗമനവാദം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അവരുടെ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് UDF ജയിച്ചത് അങ്ങനെയാണെന്ന്. അപ്പോൾ ചേലക്കരയിൽ LDF ജയിച്ചത് എങ്ങനെയാണ്? അതുകൂടി പറയണ്ടേ? ഇപ്പോൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് തീ കോരിയിട്ടിട്ട് അതിലൊരു ചർച്ച നടത്താത്ത സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ മോർച്ചയെ പോലുള്ള ആളുകൾക്ക് ചേലക്കര മണ്ഡലത്തിൽ നോട്ടീസ് അടിച്ച് അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ മാത്രം കയറി വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കാണാതെ നിന്ന സർക്കാരാണ് LDF സർക്കാർ അല്ലേ? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവിടെ എന്താ സംഭവിച്ചത്? BJPയുടെ വോട്ട് വർദ്ധിക്കുന്നു 10,000-ഓളം, UDFൻ്റെ വോട്ട് വർദ്ധിക്കുന്നു, LDFൻ്റെ 10,27,000 വോട്ട് കുറയുന്നു. അങ്ങനെ ഇതെല്ലാം താൽക്കാലിക ജയത്തിന് വേണ്ടിയിട്ട് CPM ഇത് ശ്രമിക്കുമ്പോൾ അവർ സിറാജിലും സുപ്രഭാതത്തിലും കൊടുത്ത പരസ്യത്തിന് അവർ പറഞ്ഞ ന്യായം എന്താ? ഏറ്റവും വിലക്കുറവിൽ പരസ്യം നടത്താൻ പറ്റുമെന്ന്. ദേശാഭിമാനി പത്രം ഇവരുടെ കയ്യിലിരിക്കുകയല്ലേ, ഒരു പൈസ പോലും കൊടുക്കണ്ടല്ലോ, ഇവരുടെ പാർട്ടിയുടെ പത്രമല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അതിൽ കൊടുക്കാതിരുന്ന്? സ്വന്തം സഖാക്കന്മാർ പോലും വിശ്വസിക്കാത്ത ഒരു ആരോപണം 2 പത്രങ്ങളിൽ കൊടുത്തത് കൊണ്ട് UDFന് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ്. ഇവർ എന്തിൻ്റെ പേരിലാണ് UDFൻ്റെ വിജയത്തെ ഇകഴ്ത്തി കാണിക്കാൻ നോക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും UDF നേതാക്കന്മാരും പറഞ്ഞില്ലേ, ഇത് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന സർക്കാരുകളുടെ വിലയിരുത്തലായിരിക്കും. അതിനോടൊപ്പം ഈ സംസ്ഥാനത്ത് നിരന്തര സമരം ചെയ്യുന്ന ജനപക്ഷ നിലപാടെടുക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾക്കുള്ള വിലയിരുത്തൽ കൂടിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ജനവിധിയാണ് കിട്ടിയിട്ടുള്ളത്. അത് തോറ്റു എങ്കിലും ജയിച്ചതിന് തുല്യമായിട്ടുള്ള തോൽവി കിട്ടിയ ചേലക്കരയിലടക്കം ഞാൻ നമ്മുടെ വിഷയം അതല്ലെങ്കിൽ കൂടിയും ഞാൻ ആളോടായി ഇപ്പോൾ MV ഗോവിന്ദൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു എന്നുള്ളൂ, BJPയിലെ പൊട്ടിത്തെറിയെ കുറിച്ചുകൂടി കോൺഗ്രസ് പറയൂ. അല്ല, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ BJPയിലെ പൊട്ടിത്തെറിയിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ഹാഷ്മി. BJPക്ക് കേരളത്തിൽ ഒറ്റ ടൂളേ ഉള്ളൂ. അവർക്ക് വർഗീയ ധ്രുവീകരണം എന്നുള്ളൊരു ഒറ്റ ടൂൾ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ഭൂരിപക്ഷ സമുദായങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങൾ ആയുധമെടുത്ത് പോരാടിയത് കൊണ്ടല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള പോരാട്ടത്തിന് പിന്തുണ കൊടുത്തത് കൊണ്ടും അല്ല ആരും. പക്ഷേ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങളാണ്, ഭൂരിപക്ഷ മതവിശ്വാസികളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിവ്
പാലക്കാടുണ്ടായി. എത്ര കാലം BJP വർഗീയതയുടെ വിഷവിത്ത് വിതച്ചുകൊണ്ട് അതിൻ്റെ വിളവെടുത്തുകൊണ്ട് ജയിക്കാൻ പറ്റും? അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്ര വലിയ കൂട്ട ഇടിയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് വയ്ക്കുന്നത്? അത് ഏതോ മാനസിക രോഗിയെ കത്തിച്ചു എന്നുള്ള ആക്ഷേപം വരുന്നത് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? നമ്മളുടെയൊക്കെ അറിവിൽ മാധ്യമങ്ങൾ, താങ്കളൊരു മാധ്യമ പ്രവർത്തനം കൂടിയല്ലേ, എത്രയോ നേതാക്കന്മാരോട് മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. BJPയുടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ തന്നെ ഫസ്റ്റ് നിൽക്കുന്ന മണ്ഡലമല്ലേ പാലക്കാട്. അവർ മുനിസിപ്പാലിറ്റി 2 ടൈമായിട്ട് ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ അഭിമാനം കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ സൊസൈറ്റി തൊട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥിത്വം വരെ കൊടുക്കുന്ന കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തോറ്റതിന് ശേഷം അവർ പറയുകയാണ് മത്സരിക്കാൻ ആളുണ്ടായില്ല, ഞങ്ങൾ നിർബന്ധിച്ചതാണ്. പരസ്പരം അങ്ങോട്ട് തള്ളി പുകഴ്ത്തി കൊടുക്കുക. നമ്മൾ കാണുന്നില്ലേ കാഴ്ചയൊക്കെ? താങ്കൾ പറയുന്നത് കെ സുരേന്ദ്രൻ മാറുന്നതും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഒന്നുമല്ല, അവിടുത്തെ നറേറ്റീവായിരുന്നു പ്രശ്നം. ഞാൻ അങ്ങനെ ഷാബുലേക്ക് മറുപടിയും തേടാം.